ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അശ്വതി. അപ്പോൾ ഞാൻ ഡെയിലി ചെയ്യുന്ന കറണ്ട് അഫെയർസ് കോഴ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് മെയ് 1. ഇന്ന് എന്തൊക്കെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലോക തൊഴിലാളി ദിനം മെയ് 1. ഇന്ന് ലോക തൊഴിലാളി ദിനമാണ്. ഗൂഗിൾ പേ ഇന്ത്യയുടെ ഉപദേശകയായി നിയമിതയായ മുൻ ആക്സിസ് ബാങ്ക് സിഇഒ ശിഖ ശർമ്മ. ശിഖ ശർമ്മയാണ് ഗൂഗിൾ പേ ഇന്ത്യയുടെ ഉപദേശകയായി നിയമിതയായത്. ശിഖ ശർമ്മ ആരായിരുന്നു? ആക്സിസ് ബാങ്കിന്റെ മുൻ സിഇഒ ആയിരുന്നു. ഇന്റർനാഷണൽ ബഡ്ജറ്റ് പാർട്ട്ണർഷിപ്പ് IBPയുടെ ഓപ്പൺ ബഡ്ജറ്റ് സർവേ 2019 ഇന്ത്യയുടെ സ്ഥാനം 53 ആണ്. അപ്പോൾ IBP ഇന്റർനാഷണൽ ബഡ്ജറ്റ് പാർട്ട്ണർഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 53. ഏതിലാണ്? ഓപ്പൺ ബഡ്ജറ്റ് സർവേ 2019 ഇന്ത്യയുടെ സ്ഥാനം 53 ആണ്. അടുത്ത ഫാക്ട്, ഫുട്ബോൾ ഇതിഹാസം ചുനി ഗോസ്വാമി അന്തരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫുട്ബോൾ ഇതിഹാസം ചുനി ഗോസ്വാമി അന്തരിച്ചു. കർണാടക വികാസ് ഗ്രാമീൺ ബാങ്ക് KVGB ആരംഭിച്ച വായ്പാ പദ്ധതി ഏത്? വികാസ് അഭയയാണ്. കർണാടക വികാസ് ഗ്രാമീണ ബാങ്ക് ആരംഭിച്ച വായ്പാ പദ്ധതി വികാസ് അഭയ. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയുടെ 2021 വേദി ഹരിദ്വാർ ആണ്. അപ്പൊ ഹരിദ്വാറിൽ വെച്ചിട്ടാണ് 2021 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ലോക്ക്ഡൌൺ സമയത്ത് അവശ്യ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതിനായി ഡോർ ഡെലിവറി പദ്ധതി ആരംഭിച്ച റെയിൽവേ ഡിവിഷൻ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനാണ് ലോക്ക്ഡൌൺ സമയത്ത് അവശ്യ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതിനായി ഡോർ ഡെലിവറി പദ്ധതി ആരംഭിച്ചത്. COVID-19 വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് പ്രഖ്യാപിച്ച സംസ്ഥാനം ഹരിയാനയാണ്. അപ്പം ഹരിയാനയാണ് മാധ്യമ പ്രവർത്തകർക്ക് 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് പ്രഖ്യാപിച്ചത്. ദ റൂം വെയർ ഇറ്റ് ഹാപ്പൻഡ്, എ വൈറ്റ് ഹൗസ് മെമ്മോയർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ജോൺ ബോൾട്ടൺ ആണ്. അപ്പൊ ജോൺ ബോൾട്ടൺ ആണ് ദ റൂം വെയർ ഇറ്റ് ഹാപ്പൻഡ്, എ വൈറ്റ് ഹൗസ് മെമ്മോയർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഈ പുസ്തകങ്ങളും അതിന്റെ ഓതേഴ്സും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അത് നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ഫാക്ട്, 2020 ഏപ്രിൽ ജപ്പാൻ ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് റൈസിംഗ് സൺ ഗോൾഡ് ആൻഡ് സിൽവർ റേസ് ബഹുമതിക്ക് അർഹനായ മണിപ്പൂരിലെ ഡോക്ടർ ആരാണ്? തഗ്ജാം ദബാലി സിംഗ് ആണ് ജപ്പാൻ ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് റൈസിംഗ് സൺ ഗോൾഡ് ആൻഡ് സിൽവർ റേസിന് അർഹനായത്. ഇദ്ദേഹം മണിപ്പൂരി ഡോക്ടറാണ്. അടുത്ത ഫാക്ട്, ഖത്തറിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ ആരാണ്? ദീപക് മിത്താൽ ആണ് ഖത്തറിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ. സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ് ലോഞ്ച് ചെയ്ത പോർട്ടൽ ഏത്? www.sikkim-government-feedback.org എന്ന പോർട്ടലാണ് സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ് ലോഞ്ച് ചെയ്തത്. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിക്കിമിന്റെ മുഖ്യമന്ത്രി ആരാണ്? പ്രേം സിംഗ് തമാങ് ആണ്. അദ്ദേഹം ലോഞ്ച് ചെയ്ത പോർട്ടൽ ഏതാണ്? www.sikkim-government-feedback.org എന്നതാണ്. ഇന്ത്യയിൽ ആയുഷ്മാൻ ഭാരത് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 30 അപ്പം ഏപ്രിൽ 30 ഇന്ത്യയിൽ ആയുഷ്മാൻ ഭാരത് ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ബഹ്റിനിലേക്ക് ഉള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ ആരാണ്? പീയൂഷ് ശ്രീവാസ്തവയാണ് ബഹ്റിനിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ. ഗുജറാത്ത് ആൻഡ് മഹാരാഷ്ട്ര ദിനമായി ആചരിക്കുന്ന ദിവസം മെയ് 1. അപ്പോൾ മെയ് 1 ലോക തൊഴിലാളി ദിനം മാത്രമല്ല, ഗുജറാത്ത് ആൻഡ് മഹാരാഷ്ട്ര ഡേ കൂടിയാണ്, ഓർത്തിരിക്കുക. അടുത്ത ഫാക്ട്, FC ഗോവയുടെ പുതിയ പരിശീലകൻ ആരാണ്? യുവാൻ ഫെറാൻഡോ ആണ് FC ഗോവയുടെ പുതിയ പരിശീലകൻ.
യുവാൻ ഫെറാൻഡോ. പ്ലാസ്മ തെറാപ്പി ഉപയോഗിച്ചുള്ള COVID-19 ചികിത്സ ഫലപ്രദമായി വിനിയോഗിച്ച ആദ്യ സർക്കാർ ആശുപത്രി ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ് പ്ലാസ്മ തെറാപ്പി ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ ഫലപ്രദമായി വിനിയോഗിച്ചത്. ഉത്തർപ്രദേശിലെ സർക്കാർ ആശുപത്രിയാണ്. ലോക്ക്ഡൌൺ കാരണം വിൽപ്പന നടത്താനാവാത്ത പഴവർഗ്ഗങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിച്ചു നൽകുന്നതിനായി കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ പഴക്കുട്ട പദ്ധതി ആരംഭിച്ച ജില്ല പത്തനംതിട്ടയാണ്. ഇപ്പൊ ലോക്ക്ഡൌൺ കാരണം വിൽപ്പന നടത്താനാവാത്ത പഴവർഗ്ഗങ്ങൾ കൺസ്യൂമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്ന കൃഷിവകുപ്പിന്റെ പദ്ധതി പഴക്കുട്ട, ഇത് ആരംഭിച്ച ജില്ല ഏതാണ്? പത്തനംതിട്ട. അടുത്ത ചോദ്യം, കൊറോണ വൈറസ് ബാധിതമെന്ന് സംശയിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് അണുനശീകരണം നടത്താൻ ശേഷിയുള്ള റോബോട്ടുകൾ വികസിപ്പിച്ചെടുത്ത റോബോട്ടിക്സ് കമ്പനി മാരത്തൺ ടാർഗറ്റ്സ് ആണ്. അപ്പൊ മാരത്തൺ ടാർഗറ്റ്സ് ആണ് കൊറോണ വൈറസ് ബാധിതമെന്ന് സംശയിക്കപ്പെടുന്ന പ്രദേശങ്ങളെ ഉണ്ടല്ലോ, അത് അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് അണുനശീകരണം നടത്താൻ റോബോട്ടുകളെ വികസിപ്പിക്കാൻ തീരുമാനിച്ച റോബോട്ടിക്സ് കമ്പനിയുടെ പേരെന്താണ്? മാരത്തൺ ടാർഗറ്റ്സ്. ഇന്റർനാഷണൽ ജാസ് ഡേ ഏപ്രിൽ 30. അപ്പം ഏപ്രിൽ 30 ഇന്റർനാഷണൽ ജാസ് ഡേ. അടുത്ത ഫാക്ട്, നാഷണൽ ഷിപ്പിംഗ് ബോർഡിന്റെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? മാലിനി ശങ്കർ ആണ് നാഷണൽ ഷിപ്പിംഗ് ബോർഡിന്റെ പുതിയ ചെയർപേഴ്സൺ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയാണ് ഇന്ന് നടന്ന പ്രധാന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്